സിനുജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇസ്രായേൽ കൃത്യമായി ഇറാൻ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നു. തൊട്ടാൽ കത്തിക്കും. അതായത് ഇനി ഞങ്ങൾക്ക് നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികമായ വ്യവസ്ഥിതികളും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഇല്ലാതാക്കുമെന്ന് വളരെ കൃത്യമായ രീതിയിൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. അത് കേവലം ഒരു മുന്നറിയിപ്പായിട്ട് മാത്രം തോന്നുന്നില്ല. കാരണം ഇംഗ്ലീഷ് ഭാഷയിൽ കൃത്യമായി ഇറാനിലെ ജനങ്ങളോട് തന്നെ സംവദിക്കുന്ന രീതിയിലായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ ഒരു ഭീഷണി എന്ന് പറയുന്നത്. കാരണം ട്രംപൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ കൃത്യമായി കുറച്ചുകൂടി ബലപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ. ഇനി മതതീവ്രവാദത്തെ വെച്ച് പൊറുപ്പിക്കില്ല, അവസാന അന്ത്യശാസനമാണ് എന്നുള്ള നിലയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? അപ്പം ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിലാണ് തൻ്റെതായ ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇറാനിലെ ജനങ്ങൾക്കാണ്. കാരണം ഇറാൻ ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്ന് അവിടുത്തെ മത നേതാവായ അയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചിട്ട് ശക്തമായ ആക്രമണം ഞങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തും. അപ്പം ഇനി ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവൻ തകർത്ത് കളയുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇംഗ്ലീഷിൽ നടത്തിയ പ്രസംഗത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഈ പ്രസംഗം ഇംഗ്ലീഷിൽ നടത്താനുള്ള കാരണം ഇറാൻ ജനതയ്ക്ക് മനസ്സിലാകാൻ കൂടി വേണ്ടിയിട്ടാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഒരു തവണ കൂടി ഇസ്രായേലിന് നേരെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അറ്റാക്ക് ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ മുഴുവനായിട്ട് മുച്ചൂടും ഞങ്ങൾ തകർക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് എണ്ണ വ്യാപാരം. അപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഇറാനെ ഒരു ആക്രമണം നടത്തിയത്. പക്ഷേ അത് അമേരിക്കൻ പ്രസിഡന്റായ ബൈഡൻ ചില മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾ വളരെ ശക്തമായ ആക്രമണമൊന്നും നടത്തരുത്, നിങ്ങൾക്ക് കിട്ടിയ ആക്രമണത്തിന് തുല്യമായ ഒരു തിരിച്ചടിയെ നൽകാവൂ. അതുകൊണ്ട് തന്നെ എണ്ണപ്പാടങ്ങളെ, ആണവ കേന്ദ്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിയത്. അപ്പോൾ 100ഓളം വിമാനങ്ങളുള്ള ഒരു സ്ക്വാഡ്രൺ വന്നു. കൃത്യമായി അവരുടെ ആയുധ സംഭരണശാലകൾ, ഡ്രോണുകൾ നിർമ്മിക്കുന്ന മേഖല, അതിൻ്റെ സംഭരണശാല ഇതെല്ലാം തന്നെ അങ്ങ് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് വളരെ സുരക്ഷിതമായി ഈ 100 വിമാനങ്ങളും തിരിച്ചുപോയി. ഒരിക്കൽ പോലും ഇറാന്റെ വ്യോമസേനയ്ക്കോ അല്ലെ വ്യോമ പ്രതിരോധ മേഖലയ്ക്കോ ഇതിനെ തടയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരത്തിൽ ശക്തരാണ് ഞങ്ങളെന്ന് പറയുകയാണ്. ഇനി ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാൻ വാളെടുത്തുകൊണ്ട് വരുന്നത് വളരെ അപകടകരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് ഇറാൻ ജനതയ്ക്ക് വേണ്ടി എന്ന രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. അതായത് അവിടുത്തെ മത തീവ്രവാദം അല്ലെ തീവ്രവാദ നേതാക്കൾ നിങ്ങൾക്ക് വേണ്ടിയല്ല ഭരിക്കുന്നത്, അവർ അവരുടെ സ്വാർത്ഥ താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീവ്രവാദം വളർത്താനായിട്ട് ശ്രമിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് എന്താ, നിങ്ങളുടെ രാജ്യത്തിന് ഉണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുടങ്ങുകയാണ്. നല്ല റോഡില്ല, കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളില്ല, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ലോകോത്തര വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, നല്ല ആശുപത്രി, ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ അവർ മറക്കുകയാണ്. പകരം അവർ കിട്ടുന്ന പൈസ മുഴുവൻ എടുത്തിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷിയ തീവ്രവാദത്തെ വളർത്താൻ വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ്. അപ്പം ഇറാനിയൻ ജനതയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത മത തീവ്രവാദികളെ ഞങ്ങൾ ശരിപ്പെടുത്തും, നിങ്ങൾ ഇറാനിയൻ ജനതയ്ക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകും. മാത്രമല്ല ഇവിടുത്തെ ഈ ഇറാനിയനിലെ ജനങ്ങളുണ്ടല്ലോ, ഈ ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ഭരണകൂടത്തിന്റെ ശത്രുക്കൾ, അല്ലാതെ ഇസ്രായേൽ അല്ല. ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്. അപ്പോൾ ഇതിനെ ഇരുകൈ നീട്ടി അവർ സ്വീകരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ മത തീവ്രവാദത്തെ തീരെ താല്പര്യവുമില്ല. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതോടുകൂടി എന്ത് സംഭവിക്കും എന്നുള്ളത് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തി. അതിൻ്റെ 190ഓളം മിസൈലുകളാണ് വർഷിച്ചത്. $2.3 ബില്യൺ നഷ്ടമാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ അത്രയും തുക ഇവർക്ക് ചിലവായി. അപ്പോൾ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു കുറവുണ്ടായില്ലേ. ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ നേരെ നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടങ്ങളെയും കത്തിക്കും. അപ്പോൾ എണ്ണപ്പാടങ്ങൾ കത്തിച്ചാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു, സോഴ്സ് മൊത്തം അവസാനിച്ചു. പിന്നെ ഇവർക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു പൈസയും ഇല്ലാത്തവരും. അപ്പോൾ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുമെന്ന കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. 2-3 മാസം വരെ നിന്ന് എണ്ണപ്പാടങ്ങൾ കത്തിയേക്കാം, അങ്ങനെ ഒരു ആക്രമണം നടക്കും. ഇവർക്കിപ്പോൾ ധൈര്യം എന്താ, നേരത്തെ പാർത്ത പറഞ്ഞു ട്രംപ് വന്നു, അതൊരു വലിയ പോസിറ്റീവ് കാര്യമല്ലേ. ട്രംപ് ഇലക്ഷൻ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറാൻ ഇസ്രായേലിന്റെ മേൽ ആക്രമണം നടത്തിയത്. അന്ന് ഇസ്രായേലിനോട് ഇറാൻ പറഞ്ഞിരുന്നു, ഈ ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പോയി അടിച്ചോ, നിങ്ങൾ ഇലക്ഷൻ പ്രചരണമാണ്, ഞാൻ പ്രസിഡന്റ് ആയില്ല, പക്ഷെ നിങ്ങൾ അടിച്ചോ, ഞാൻ വരും പ്രസിഡന്റ് ആയിട്ട്, ഞാൻ നോക്കിയുള്ള ബാക്കിയുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൃത്യമായി ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതോടുകൂടി ഇവർ എന്തും ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. ഇനി ഈ അറബ് രാജ്യങ്ങളുടെ കാര്യം എടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ സൗദിയിൽ ഒരു ഉച്ചകോടിയാണ്, സൗദി ഉച്ചകോടി. അപ്പം അറബ് വംശജരായ അറബ് സംസാരിക്കുന്ന ആ രാജ്യങ്ങളുടെ എല്ലാം കൂടെ ഒരു ഉച്ചകോടിയാണ്. അവിടെ അവർ പ്രധാനമായും ചർച്ച ചെയ്തത് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദി രാജകുമാരനെ കുറിച്ചും ട്രംപിനെ കുറിച്ചുമാണ്. ഇവർ രണ്ടുമാണ് ഞങ്ങളുടെ ഹീറോസ് എന്നുള്ള രീതിയിൽ അവർ ചർച്ച നടത്തി.
അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ ചെയ്യുന്ന കുറേ നവോത്ഥാന പ്രവർത്തനമുണ്ട്. സ്ത്രീകൾക്ക് പർദ്ദ ഉപേക്ഷിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, രാത്രി ഇറങ്ങാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മുഹമ്മദ് ബിൻ സൽമാനെ സപ്പോർട്ട് ചെയ്യാത്ത നിലപാട് ബൈഡൻ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് വന്നപ്പോഴോ നേരെ സൗദിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ സഹായം നൽകും. അപ്പോൾ ഈ കാലങ്ങളായി സൗദി ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് F-35 വിമാനം വേണമെന്നാണ്. ട്രംപ് പറഞ്ഞു ഞാൻ വന്ന ഉടനെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ്. മാത്രവുമല്ല ഈ അറബ് രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പ്രധാനമായും ഇറാന്റെ ശല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഈ ഹൂത്തികളെ, ഹമാസിനെ, ഹിസ്ബുള്ളയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഈ അറബ് മേഖലയിലടക്കം തീവ്രവാദ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നത് ഇറാനാണ്. ഇനി ഇറാനെ കയറുരുവിടാൻ അനുവദിക്കില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. ഇനി അതില്ല. മാത്രമല്ല എല്ലാ കാലത്തും UAE-യുമായിട്ടും സൗദിയുമായിട്ടും അമേരിക്ക നല്ല ബന്ധം പുലർത്തിയിരുന്നു. ഈ ബൈഡൻ വന്ന കാലത്തിലാണ് ആ ബന്ധത്തിൽ, സൗദിയുമായുള്ള ബന്ധത്തിൽ കുറച്ച് വിള്ളലുകൾ വീണത്. ഇപ്പോൾ ഖത്തറിൻ്റെ അടുത്ത് ട്രംപ് ഭരണകൂടം അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക പറഞ്ഞു നിങ്ങളുടെ നാട്ടിലുള്ള ഹമാസിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണം. കാരണം ഈ ഹമാസിൻ്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെയൊക്കെ ഈ നേതാക്കളുണ്ടല്ലോ, ഇവർ ഒളിച്ചു താമസിക്കുന്നത് ഖത്തറിലാണ്. അപ്പോൾ ഖത്തറിൽ ഇനി ഹിസ്ബുള്ളയുടെയോ ഹമാസിൻ്റെയോ അത്തരം തീവ്രവാദ സംഘടനയുടെയോ ഒന്നും ഒരു ഓഫീസും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് നിങ്ങൾ അഭയം കൊടുക്കരുത്. ഖത്തറിൻ്റെ അടുത്ത് നിർദ്ദേശം നൽകിയിരിക്കണം. അപ്പം സൗദിയും UAE-യും ഖത്തറും ബഹ്റൈനും ഈ സുഡാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ അമേരിക്ക പറയുന്നതിന് അപ്പുറത്തേക്ക് പോകണ്ട, അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തു തോന്നുന്നു. അപ്പം ഖത്തർ ഈ സൗദിയുടെ അടുത്ത് പറയണം ഞങ്ങളെ കൂടെ ഒന്ന് അമേരിക്കയുടെ അടുത്ത് പറഞ്ഞൊന്ന് സഹായിക്കണേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറയുകയാണ്. അപ്പം മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജകുമാരൻ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ സൗദിക്കൊന്നും സ്വന്തമായിട്ട് സേനയില്ല. അവർക്കൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്നത് അമേരിക്കയാണെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അമേരിക്കയ്ക്കൊപ്പം മൊസാദിൻ്റെ സംരക്ഷണമുണ്ട്. മൊസാദാണ് ഈ സൗദി രാജകുമാരനൊക്കെ പിന്തുണ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ ഒരു കാരണവശാലും ഈ ഇറാൻ്റെ നിലപാടിനെ പിന്തുണയ്ക്കാത്തത്. മാത്രമല്ല ഇസ്രായേലിനെ ഇവർ പരോക്ഷമായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഹിസ്ബുള്ളയുടെ ഇപ്പം ലെബനനിലേക്ക് കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആക്രമണം നടത്തിയപ്പോൾ ഒരു ശ്മശാനത്തിൻ്റെ അടുത്താണ് ആക്രമണം നടത്തിയത്. ഇവർ ചെല്ലുമ്പോൾ ശ്മശാനത്തിൽ ആക്രമണം നടത്തി. കൂടുതൽ ഡ്രോൺ പരിശോധന നടത്തിയപ്പോൾ എന്താ, ഈ ശ്മശാനത്തിൻ്റെ അടിയിൽ വലിയ ടണൽ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ സഭയുടെ ഒരു പൊതു ശ്മശാനം. ഈ ശ്മശാനം ഇവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അതിനുശേഷം അടിയിൽ ടണലുണ്ടാക്കി. ഈ ടണലിലാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഒളിച്ചു കഴിയുന്നത്. AC ഉണ്ട്, AC മുറികളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആയുധങ്ങൾ, കൈവച്ച് കൊടുക്കാവുന്ന ലോഞ്ചൊക്കെ ഇല്ല, അത്തരം സാധനങ്ങൾ, റോക്കറ്റുകൾ, AK-47 ഗണ്ണ്, പിന്നെ വെടിയുണ്ടകൾ, അങ്ങനെ ഒരു ആക്രമണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ തുരങ്കത്തിനകത്തുണ്ട്. അപ്പോൾ ഇവരുടെ ഡ്രോൺ പരിശോധനയിലൂടെ കണ്ടെത്തുകയും ഇതിനെ തുടർന്ന് ഈ മേഖല ആക്രമിച്ച് ഇസ്രായേൽ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ മൊത്തം പരിശോധന നടത്തുമ്പോൾ ആളുകൾക്ക് എത്ര ദിവസം, 1 മാസം വരെ ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം സാധാരണഗതിയിൽ ഹമാസ് ഒക്കെ ഉണ്ടാക്കുന്ന തുരങ്കമുണ്ട്, അത് വളരെ ചെറുതാണ്, ഒരാൾക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇതങ്ങനത്തെ അല്ല, വിശാലമായ മുറികളാണ്. അപ്പോൾ ഹമാസിനെക്കാട്ടിലും വ്യത്യസ്തമായി ഹിസ്ബുള്ള ഇത്തരത്തിലുള്ള ടണലുകൾ നിർമ്മിച്ചു. കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ എന്താ, ലെബനിലെ 10 സ്ഥലങ്ങളിൽ ഇത്തരം ടണലുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ടണലിൽ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ട് വിഷവാതം അങ്ങ് പമ്പ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് തീവ്രവാദികൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം ആ 2 സൈഡിൽ നിന്നും വിഷവാതം പമ്പ് ചെയ്താൽ ഇത് ക്ലോസ്ഡ് സാധനമല്ലേ, അതിനകത്ത് കെട്ടിക്കിടക്കും. എന്നിട്ട് ഏതാണ്ട് 4500 ഘനമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് കൊണ്ട് ഇതിന്റെ കവാടം അടച്ചു കളഞ്ഞു. അപ്പോൾ അതിനകത്ത് ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് ഇരുന്ന് ഉരുകി തീരും. ആ രീതിയിൽ ഇസ്രായേൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഹിസ്ബുള്ളയ്ക്ക് ഞങ്ങൾ കൊടുത്ത പണിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും ഹിസ്ബുള്ള ഇടയ്ക്കിടയ്ക്ക് ആക്രമണം നടത്തും. എന്തിനാണെന്ന് വെച്ചാൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് അവിടെ അറ്റാക്കിന് തയ്യാറെടുക്കുമ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് ഹിസ്ബുള്ള ഈ ആക്രമണം നടത്തുന്നത്. അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ഗസയിലേക്ക്, തെക്കൻ ഗസയിലേക്കൊക്കെ ആക്രമണം നടത്തിയും അവിടെ നിന്ന് മുഴുവൻ ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 40ഓളം ആളുകൾക്ക് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റു, 35ഓളം പേർ കൊല്ലപ്പെട്ടു. അപ്പം ആക്രമണം അവിടെ രൂക്ഷമായി തുടരുകയാണ്. അപ്പോഴാണ് ഇറാൻ രണ്ടും കൽപ്പിച്ചു വരുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. എണ്ണപ്പാടങ്ങൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകും. അതുകൊണ്ട് ഉള്ള സമയത്ത് അറ്റാക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ബാലിസ്റ്റിക് മിസൈലൊക്കെ റെഡിയാക്കി വെച്ചത്. അതുകൊണ്ടാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട് ഇറാൻ ജനതയോട്, പക്ഷേ അവിടുത്തെ ജനത നിങ്ങളുടെ അധികാരങ്ങൾ, അവകാശങ്ങളെല്ലാം കവർന്നെടുക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം അവർക്ക് തരാൻ കഴിയുന്നില്ല, നല്ല ആരോഗ്യ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല, സ്വതന്ത്രമായി ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം തന്നെ മത നേതൃത്വം അടിച്ചമർത്താണ്. അപ്പം ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന നേതാവിന് ഇനി കുറേ കാലം കൂടി ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് സംശയം.
അപ്പോൾ ഉള്ള സമയത്ത് ഇസ്രായേലിനെ അടിക്കാൻ പറ്റുന്നിടത്തോളം അങ്ങ് അടിച്ചു തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് ബെഞ്ചമിൻ നെതന്യാഹു മനസ്സിലാക്കുകയും ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇപ്പോൾ ട്രംപും നെതന്യാഹുവും തമ്മിൽ ഈ അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് ശേഷം 3 തവണ ഫോണിലൂടെ ചർച്ച നടത്തി. എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ എല്ലാ പിന്തുണയും തരുന്നുണ്ടോ എന്നുള്ള ട്രംപിന്റെ മാത്രമല്ല, ഈ സൗദിയിലെ രാജകുമാരനുണ്ടല്ലോ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് ഈ ട്രംപ് നേരത്തെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ തന്നെ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ നെതന്യാഹുവും ഇദ്ദേഹവും തമ്മിലൊരു കൂടിക്കാഴ്ചയുടെ വിവരങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇനി ഇറാനെ പിന്തുണയ്ക്കില്ല എന്ന് ഇസ്രായേലിനോട് സമ്മതിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള അറ്റാക്കും ഇനി ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവനായിട്ട് തകർക്കുമെന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞു. ഞാൻ ഈ പറയുന്ന ഇറാനിയൻ ജനതയോടാണ്, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും, നിങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം ഞങ്ങൾ തരും. പക്ഷേ അതിനു മുമ്പ് ഖമനൈ ഉൾപ്പെടുന്ന അവിടുത്തെ തീവ്രവാദികളെ, അവിടുത്തെ സ്വാർത്ഥ താല്പര്യക്കാരെ ഞങ്ങൾ മുച്ചൂടും നശിപ്പിച്ചിരിക്കും. ഒരു കാരണവശാലും ഇനി നിങ്ങൾ അവരെ പിന്തുണയ്ക്കരുത്. അതായത് ഞങ്ങൾ അറ്റാക്ക് നടത്തുമ്പോൾ നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒളിയിടങ്ങളിലൊന്നും പാർപ്പിക്കരുതെന്ന് പറയുന്നതാണ് അർത്ഥം. അപ്പോൾ ഇറാഖിൻ്റെ ഭാഗത്തുനിന്ന് സഹായമില്ല, ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സഹായമില്ല, ഇറാൻ ഏതാണ്ട് തീരും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ ഈ അങ്ങ് നേരത്തെ ഇത് പറഞ്ഞല്ലോ, അറബ് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളിൽ മിക്കവാറും സുന്നി രാജ്യങ്ങളാണ്, സുന്നി ഭരണകൂടങ്ങളാണ്. അപ്പോൾ ഇപ്പുറത്തുള്ളത് ഷിയ ഭരണകൂടങ്ങളാണ്. അപ്പോൾ ഈ സുന്നി ഭരണകൂടങ്ങളെയും ഷിയ ഭരണകൂടങ്ങളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഷിയാക്കളാണ് കുറച്ചുകൂടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും അവരെ വളരെ ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഷിയ സുന്നി സുന്നികൾക്ക് ഈ ഷിയാക്കളോട് അത്ര താല്പര്യം പോരാന്ന് തോന്നുന്നു. അതെ, അത് ഈ അറബ് ഉച്ചകോടിയിൽ അവർ പ്രധാനമായും ചർച്ച ചെയ്ത അതാണ്. അതായത് ഷിയ തീവ്രവാദം വളർത്താനായിട്ട് ഇറാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി കുറഞ്ഞ തീവ്രവാദ സംഘടനകളെ വളർത്തുന്നു. എന്നിട്ട് അറബ് മേഖലയിലടക്കം സംഘർഷം സൃഷ്ടിക്കുന്നു. ഇസ്രയേലിനെ ആക്രമിക്കുന്നത് മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കണമെന്നുള്ള ഒരു നരേറ്റീവ് ഇറാൻ സൃഷ്ടിക്കുന്നു. പക്ഷേ അറബ് രാജ്യങ്ങൾ ഇത് മനസ്സിലാക്കി, കാരണം നമ്മളോടുള്ള സ്നേഹമൊന്നുമല്ല, അവന്മാർ ഷിയ തീവ്രവാദം വളർത്താനാണ്. ഇപ്പം ഈ ഖത്തറും സൗദി, UAE എല്ലാം സുന്നി രാജ്യങ്ങളാണ്. മാത്രമല്ല ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്, അവരുടെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടേക്ക് ഇനി ആക്രമണങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് വളരെയധികം സൗദി ശ്രദ്ധിക്കുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണയുമുണ്ട്. ഇവിടേക്ക് കടന്നു കയറി ഇറാൻ ആധിപത്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ അറബ് രാജ്യങ്ങൾ ഒരു പിന്തുണയും ഇല്ലെങ്കിൽ ഇറാൻ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സിറിയയും ലെബനനും ഒക്കെ ഏതാണ്ട് തീർക്കാനായിട്ട് അമേരിക്കയും ഇസ്രായേലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇറാന് ഇനി ഈ തീവ്രവാദവുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ല. നേരത്തെയൊക്കെ ഭീഷണിയുമായിട്ട് ഇറാൻ വന്നിരുന്നു, ഇപ്പോൾ ഭീഷണിയില്ല. ആകെ സാമ്പത്തികമായി തകർന്നു, ആയുധങ്ങളില്ല. ഇനി ആകെ ഇവരുടെ കയ്യിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് രാസായുധങ്ങളോ ആണവായുധങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അറ്റ കൈക്ക് ഇവർ അതെടുത്ത് പ്രയോഗിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നത്, നിങ്ങൾക്കുള്ള അവസാനമാണ്, ഒരു തവണ കൂടി ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഞങ്ങൾ കത്തിച്ച് തീർക്കുമെന്ന്. എന്തായാലും അതിൽ ഇറാൻ ഏതാണ്ട് പേടിച്ചു എന്നൊരു മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപും കൂടെ രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇറാനെ ഇപ്പോൾ പേടിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കളിച്ചാൽ തവിട് പൊടിയാക്കും, അല്ലെങ്കിൽ കാര്യം തീരും എന്നുള്ള ഭീഷണി തന്നെയാണ്, ഇറാനെ തീർക്കും എന്നുള്ള ഭീഷണി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.